സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള പ്രാഥമിക ധാരണയിൽ ഒപ്പുവെച്ച് ഇസ്രായേലും ലെബനനും. വാഷിംഗ്ടണിലാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. ദക്ഷിണ ലെബനനിലെ സൈനിക വിന്യാസം നിലനിർത്താനുള്ള വ്യവസ്ഥയോടെയാണ് ധാരണയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. US മധ്യസ്ഥതയിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിലാണ് ഇസ്രയേലും ലെബനനും വാഷിംഗ്ടണിൽ ധാരണ ഒപ്പുവെച്ചത്. സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള പ്രാഥമിക ധാരണ ഇതോടെ നിലവിൽ വന്നു. ലെബനനിൽ വിന്യസിച്ച തങ്ങളുടെ സൈന്യത്തെ നിലനിർത്തിയാണ് സമാധാന ധാരണയെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. הדבר החשוב ביותר הוא קודם כל שישראל נשארת ברצועת הביטחון בדרום לבנון. זה הישג גדול, ואנחנו מקיימים אותו כל עוד חיזבאללה לא פורק מנשקו, כל עוד נשקפת סכנה למדינת ישראל. זה גם מכה גדולה לאיראן. איראן מנסה לכפות עלינו נסיגה בכוח מדרום לבנון, ובעצם ישראל, לבנון בארצות הברית אומרות להם, זה לא עניינכם. אין לכם שום תפקיד בלבנון, לא לכם ולא לחיזבאללה ולא לשום ארגון טרור. ഇസ്രയേൽ അതിർത്തിയോട് ചേർന്ന് ലെബനൻ ഭൂപ്രദേശത്താണ് IDF-നെ വിന്യസിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിരായുധീകരിക്കണമെന്നതും ധാരണയുടെ ഭാഗമാണ്. ലെബനൻ സൈന്യത്തിന് രാജ്യത്തിന്റെ പരമാധികാരം നിലനിർത്താനുള്ള പൂർണ്ണ പിന്തുണ നൽകുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും അറിയിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.